ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിഗണോമെട്രിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ചോദ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നാമെങ്കിലും വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇത് സ്റ്റേറ്റ് CBSE ICSE ഒക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് CK - 1 by CK plus 1 is equal to 1 minus cos A by 1 plus cos A. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ പ്രൂഫ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു തന്നിട്ടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പേടിക്കുന്നു വേണ്ട. കാര്യം നമുക്ക് എന്താണ് RHS എന്ന് പറയുന്നത് കോസിന്റെ ടേംസിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ LHS എങ്ങനെയാക്കി മാറ്റണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. CK എന്ന് പറഞ്ഞാൽ 1 by cos A ആണ്. അപ്പൊ നമ്മൾ CK വരെ 1 by cos A എന്ന് കൊടുത്തു -1 ഡിവൈഡഡ് ബൈ CK plus 1 നമ്മൾ CK എന്ന് പറഞ്ഞാൽ 1 by cos A plus 1 കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ LCM കണ്ടുപിടിക്കാം. ഇപ്പൊ 1 ഡിനോമിനേറ്റർ ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 1 കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കോമൺ ഡിനോമിനേറ്റർ കോസ് എ ആവാം. 1 minus cos A by cos A ഓൾ ഡിവൈഡഡ് ബൈ 1 plus cos A by cos A. നേരത്തെ അതേ മെത്തേഡ് നമ്മൾ ഡിനോമിനേറ്ററിലും ചെയ്തു. വേണമെങ്കിൽ നമുക്ക് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 1 minus cos A by cos A. ഇനി എന്താണ്? നമ്മൾ ന്യൂമറേറ്ററിലും ഫ്രാക്ഷൻ ഡിനോമിനേറ്ററിലും ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്റർ ചെയ്തു, ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ കണ്ട് ഈ ഭാഗത്തിന്റെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മുടെ ഫ്രാക്ഷൻ ആണെങ്കിൽ. അപ്പൊ എന്താണ്? ഇപ്പൊ ഇവിടെ 1 plus cos A by cos A ആണ് ഇവിടെ ഈ ഡിനോമിനേറ്ററിന്റെ ഭാഗത്തായിട്ട് എടുക്കുന്നത്. ഇത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് cos A by 1 plus cos A എന്ന് വരും. ഇവിടെ cos A യും കട്ട് ചെയ്ത് പോകും. നമുക്ക് ബാക്കി 1 minus cos A by 1 plus cos A നമ്മുടെ RHS കിട്ടി. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലാക്കി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു ഇൻസിഡൻസ് സൈനിങ് ആണ്.